വ്ളോഗർ തൊപ്പി വീണ്ടും പോലീസ് വലയത്തിൽ വീണു. വടകരയിലാണ് സംഭവം. തൊപ്പി എന്ന വ്ളോഗറെ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഈ വ്ളോഗർ നേരത്തെയും കുപ്രസിദ്ധനായിട്ടുണ്ട്. അദ്ദേഹത്തിന് 6-7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ. ഭൂരിപക്ഷവും കുട്ടികളാണ്, അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകുന്ന കുട്ടികളാണ്. തൊപ്പിയെ നമുക്ക് നേരത്തെ എറണാകുളത്ത് പാലാരിവട്ടം പോലീസ് ഒരു കേസിലേക്ക് പൊക്കി. തൊപ്പിയുടെ വസതിയിലെ 3 പെൺകുട്ടികളെ ലാസലഹരിയുമായിട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ ആ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തു. തൊപ്പിയെ പൊക്കിക്കൊണ്ടുപോയി. പിന്നീട് പോലീസ് പറഞ്ഞു തൊപ്പി ഇതിനകത്ത് കുറ്റക്കാരനല്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം, കണ്ണൂരിൽ നിന്ന് അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് തൊപ്പി വടകരയിലേക്ക് വരുമ്പം നാട്ടിക കഴിഞ്ഞപ്പോൾ തൊപ്പി കാറിലാണ് വരുന്നത്. 2 കൂട്ടുകാരും വണ്ടിയിലുണ്ട്. പഴയ തൊപ്പിയുടെ ആ ചായയൊന്നുമില്ല, പഴയ മുഖഭാവമൊന്നുമില്ല. അയാൾ കല്യാശ്ശേരിക്കാരനാണെന്ന് നമുക്കറിയാം. നിഹാദ്, മുഹമ്മദ് നിഹാദ്. അയാൾ നേരത്തെ അദ്ദേഹത്തിന്റെ മുഖവും ഭാവവും ഒക്കെ വ്യത്യാസമായിരുന്നു തുടക്കത്തില്. ഇപ്പം അതെല്ലാം മാറ്റി കുറച്ച് മര്യാദക്കാരനായെന്ന് തോന്നുന്നു. ഇപ്പം സംഭവിച്ചത്, കൈനാട്ടി കഴിഞ്ഞപ്പം വടകരയിൽ വെച്ച ഒരു ബസ് ഇദ്ദേഹത്തിന്റെ കാറിനെ ഓവർടേക്ക് ചെയ്ത് പോയി. റൈറ്റിൽ കൂടെ അല്ല പോയി, ലെഫ്റ്റിൽ കൂടെ പോയി. ആ ബസ് ഒന്ന് അല്പം ഒരഞ്ഞ് ഇദ്ദേഹത്തിന്റെ കാറിൽ. തൊപ്പിയും 2 സുഹൃത്തുക്കളുണ്ട്. അവര് ഈ ബസിന്റെ പുറകെ വിട്ടു. വടകര ചെന്നു, ബസ്സും ബ്ലോക്ക് ചെയ്തു. ബസ്സുകാരുമായിട്ട് തർക്കമായി, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. തല്ല് കിട്ടുമെന്ന് തോന്നിയപ്പോഴായിരിക്കണം കൈവശം വരുന്ന ഒരു എയർ പിസ്റ്റൽ എടുത്ത് ചൂണ്ടി. ബസ്സുകാർ പേടിച്ചു പോയി. അവർ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. പോലീസ് വന്നപ്പോൾ മര്യാദക്കാരനായി നിൽക്കുന്നുണ്ട് തൊപ്പി. പോലീസിന് നേരത്തെ അറിയാം ഇയാളെ. ഇപ്പം തൊപ്പിയാണ് എന്ന് അറിഞ്ഞുകൊണ്ടോ എന്തോ പിന്നീട് ബസ്സുകാർക്ക് കംപ്ലൈന്റ് ഇല്ല. തൊപ്പിയുടെ ഇഷ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമൊക്കെ ആയപ്പോഴാണ് അവർ പോലീസിനെ വിളിച്ചത്. പോലീസ് വന്നപ്പം ബസ്സുകാർക്ക് ഇപ്പം കംപ്ലൈന്റ് ഇല്ല, തൊപ്പിക്കും കംപ്ലൈന്റ് ഇല്ല. തൊപ്പി നേരത്തെ പോലീസ് വലയത്തിലായതാണ്. എന്താണ് പോലീസ് എന്ന് ഏകദേശം അറിയാം. അതുകൊണ്ട് തൊപ്പിയുടെ മനം മാറ്റം ധാരാളം ഉണ്ടായി. തൊപ്പി അഭിപ്രായം പറഞ്ഞ പണവും പ്രശസ്തിയും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ലെന്നാണ്. ഇപ്പം താൻ വിഷാദത്തിലൂടെയാണ് നടക്കുന്നതെന്ന്, അതുകൊണ്ടാണ് തൊപ്പി എന്നുള്ള പേരൊക്കെ കളഞ്ഞു എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ് തൊപ്പി. ഭൂരിപക്ഷം കുട്ടികളാണ്. പോലീസ്, പാലാരിവട്ടം പോലീസ് 3 പെൺകുട്ടികളെ ലഹരി വസ്തുവായിട്ട് പിടിച്ചപ്പം തൊപ്പി ആ കൂടെ ഉണ്ടെങ്കിലും പിന്നീട് അതിനകത്ത് തൊപ്പിക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് പോലീസ് കണ്ടെത്തിയപ്പം തൊപ്പിയെ വെറുതെ വിട്ടു. ആ പെൺകുട്ടികൾക്കെതിരായിട്ടുള്ള നടപടിയായിട്ട് പോലീസ് മുന്നോട്ട് പോയി. അപ്പൊ ഇപ്പം തൊപ്പിയുടെ സ്വഭാവമൊക്കെ മാറി. പണവും പ്രശസ്തിയും കൊണ്ട് ഒരു കാര്യവും ഇല്ലെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം. വളരെ നല്ല കാര്യം. കാരണം ഒരു പോലീസ് ഒരു ആക്ഷൻ വന്നപ്പം കുറേയൊക്കെ മനംമാറ്റം ഉണ്ടായി. മറ്റേത് വലിയ സ്വതന്ത്രനായിട്ട് യൂട്യൂബിൽ അദ്ദേഹം ഇങ്ങനെ അങ്ങ് സഞ്ചരിക്കുകയായിരുന്നു. ഇപ്പം കുറച്ച് മാറ്റം വന്നിട്ടുള്ളത് നല്ല കാര്യം. മാറ്റം വരട്ടെ. ഏതായാലും ഇപ്പം ബസ്സുകാർ കംപ്ലൈന്റ് ഇല്ല, തൊപ്പിക്കും കംപ്ലൈന്റ് ഇല്ല. പ്രശ്നം അവിടെ അവസാനിച്ചു.